ലോഗോസ് ക്വിസ് 2025 ന്യായാധിപന്മാർ 21 അധ്യായം. ന്യായാധിപന്മാർ 21 അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 25. 21 അധ്യായത്തിലെ ഏക തലക്കെട്ട് എന്താണ്? ഉത്തരം ബെഞ്ചമിൻ്റെ നിലനിൽപ്പ്. ഇസ്രായേൽക്കാർ മിസ്പായിൽ ഒന്നിച്ചുകൂടി ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്താണ്? ഉത്തരം നമ്മിൽ ആരും നമ്മുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയില്ല എന്ന്. തങ്ങളുടെ പെൺകുട്ടികളെ ബെഞ്ചമിൻ ഗോത്രക്കാർക്ക് കൊടുക്കുകയില്ലെന്ന് മിസ്പായിൽ ഒരുമിച്ചുകൂടി ശപഥമെടുത്ത ഇസ്രായേൽക്കാർ എവിടെ വന്നാണ് ദൈവസന്നിധിയിൽ ഉച്ചത്തിൽ കൈപ്പോടെ കരഞ്ഞത്? ഉത്തരം ബഥേലിൽ വന്ന്. ഇസ്രായേൽക്കാർ ദൈവമായ കർത്താവിനെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഉത്തരം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവേ. ഇസ്രായേൽക്കാർ അവിടുത്തെ മുൻപിൽ ഉയർത്തിയ ചോദ്യം എന്ത്? ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം ഇല്ലാതാകത്തക്കവണ്ണം ഈ നാശം വന്നനുഭവിച്ചത് എന്തുകൊണ്ട്? ഇസ്രായേൽ ജനം പിറ്റേ ദിവസം പുലർച്ചയ്ക്ക് നിർമ്മിച്ചത് എന്താണ്? ഉത്തരം ഒരു ബലിപീഠം. ബലിപീഠത്തിൽ എന്തൊക്കെ ബലികളാണ് ഇസ്രായേൽക്കാർ അർപ്പിച്ചത്? ഉത്തരം ദഹന ബലികളും സമാധാന ബലികളും. കർത്താവിന് മുൻപിൽ സമ്മേളിക്കാത്ത ഗോത്രമേതെന്ന് തിരക്കിയത് ആര്? ഉത്തരം ഇസ്രായേൽക്കാർ. ഇസ്രായേൽക്കാർ എടുത്ത ദൃഢപ്രതിജ്ഞ എന്തായിരുന്നു? ഉത്തരം മിസ്പായിൽ കർത്താവിൻ്റെ മുൻപാകെ വരാത്തവനെ കൊന്നുകളയണമെന്ന്. ഇസ്രായേലിന് അനുകമ്പ തോന്നിയത് ആരോടാണ്? ഉത്തരം തങ്ങളുടെ സഹോദര ഗോത്രമായ ബെഞ്ചമിനോട്. ബെഞ്ചമിൻ ഗോത്രക്കാരോട് അനുകമ്പ തോന്നി ഇസ്രായേൽക്കാർ പറഞ്ഞത് എന്ത്? ഉത്തരം ഇസ്രായേലിൽ ഒരു ഗോത്രം ഇന്ന് അറ്റുപോയിരിക്കുന്നു. യുദ്ധത്തിൽ ശേഷിച്ച 600 പേർക്ക് ഇസ്രായേൽക്കാർ അന്വേഷിച്ചത് എന്ത്? ഉത്തരം ഭാര്യമാരെ. ഇസ്രായേലിയരുടെ മിസ്പ സമ്മേളനത്തിൽ ഏത് സ്ഥലത്തു നിന്നുള്ളവരാണ് സന്നിഹിതരാകാതിരുന്നത്? ഉത്തരം യാബേഷ് ഗിലെയാദിൽ നിന്ന്. മിസ്പ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത യാബേഷ് ഗിലെയാദ് നിവാസികളുടെ അടുത്തേക്ക് എത്ര യുദ്ധവീരന്മാരെയാണ് ഇസ്രായേൽ സമൂഹം നിയോഗിച്ചത്? ഉത്തരം 12,000. 12,000 ആളുകളെ നിയോഗിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ കൽപ്പിച്ചതെന്താണ്? ഉത്തരം സ്ത്രീകളും കുഞ്ഞുങ്ങളുമടക്കം യാബേഷ് ഗിലെയാദിലെ നിവാസികളെ വാളിനിരയാക്കുക. യാബേഷ് ഗിലെയാദ് നിവാസികളിൽ പുരുഷനെ അറിഞ്ഞിട്ടില്ലാത്ത എത്ര കന്യകമാരാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 400 പേർ. 400 കന്യകമാരെ കൂട്ടിക്കൊണ്ടുവന്നത് എവിടേക്കാണ്? ഉത്തരം കാനാൻ ദേശത്ത് ഷീലോയിലെ പാളയത്തിലേക്ക്. ബെഞ്ചമിൻ ഗോത്രക്കാരിൽ അവശേഷിച്ചിരുന്നവർ താമസിച്ചിരുന്ന സ്ഥലം ഏത്? ഉത്തരം മരുഭൂമിയിലെ റിമ്മോൺ പാറ. ഇസ്രായേൽ സമൂഹം ആരുടെ അടുത്തേക്ക് ആളയച്ചാണ് സമാധാന പ്രഖ്യാപനം നടത്തിയത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രക്കാരുടെ അടുക്കിലേക്ക്. 400 കന്യകമാരെ ഭാര്യമാരായി നൽകിയത് ആർക്കാണ്? ഉത്തരം അവശേഷിച്ചിരുന്ന ബെഞ്ചമിൻ ഗോത്രക്കാർക്ക്. ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ വിടവ് സൃഷ്ടിച്ചത് ആരാണ്? ഉത്തരം കർത്താവ്. കർത്താവ് ഇസ്രായേൽ ഗോത്രങ്ങൾക്കിടയിൽ ഒരു വിടവ് സൃഷ്ടിച്ചതിനാൽ ജനത്തിന് അലിവ് തോന്നിയത് ആരോടാണ്? ഉത്തരം ബെഞ്ചമിൻ വംശജരോട്. ബെഞ്ചമിൻ ഗോത്രത്തിലെ ബാക്കി 200 പേർക്ക് കൂടി ഭാര്യമാരെ ലഭിക്കാൻ നാം എന്താണ് ചെയ്യുക എന്ന് ചോദിക്കുന്നതാര്? ഉത്തരം സമൂഹത്തിലെ ശ്രേഷ്ഠന്മാർ. സ്ത്രീകൾ അറ്റുപോയ ഇസ്രായേൽ ഗോത്രമേത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രം. ബെഞ്ചമിൻ ഗോത്രം ഇസ്രായേലിൽ നിന്ന് മൺമറഞ്ഞു പോകാതിരിക്കാൻ അവരിൽ അവശേഷിച്ചിരിക്കുന്നവർക്ക് നൽകണമെന്ന് ഇസ്രായേൽ സമൂഹ നേതാക്കൾ പറയുന്നത് എന്താണ്? ഉത്തരം ഒരു അവകാശം. തങ്ങളുടെ പുത്രിമാരെ ബെഞ്ചമിൻകാർക്ക് ഭാര്യമാരായി നൽകാൻ സാധ്യമല്ലാത്തതിന് കാരണമായി സമൂഹശ്രേഷ്ഠന്മാർ പറയുന്നത് എന്താണ്?
ഉത്തരം ബെഞ്ചമിൻ വംശജന് ഭാര്യയെ നൽകുന്നവൻ ശപിക്കപ്പെട്ടവനായിരിക്കുമെന്ന് ഇസ്രായേൽ ജനം ശപഥം ചെയ്തിട്ടുള്ളതിനാൽ. ഇസ്രായേലിയർ വർഷം തോറും ആഘോഷിക്കാറുണ്ടായിരുന്നത് എന്തെന്നാണ് 21 അധ്യായത്തിൽ പറയുന്നത്? ഉത്തരം കർത്താവിൻ്റെ ഉത്സവം. കർത്താവിൻ്റെ ഉത്സവം ആഘോഷിച്ചിരുന്ന സ്ഥലം ഏത്? ഉത്തരം ഷീലോയ്. ഇസ്രായേൽ ജനം ബെഞ്ചമിൻകാരോട് എവിടെ പോയി പതിയിരിക്കാനാണ് നിർദ്ദേശിക്കുന്നത്? ഉത്തരം മുന്തിരിത്തോട്ടങ്ങളിൽ. ആര് നൃത്തം ചെയ്യാൻ വരുന്നത് കാണുമ്പോഴാണ് മുന്തിരിത്തോട്ടങ്ങളിൽ പതിയിരിക്കുന്ന ബെഞ്ചമിൻ വംശജർ പുറത്തു വന്ന് ഓരോരുത്തരും ഓരോ സ്ത്രീയെ ഭാര്യയാക്കി ബെഞ്ചമിൻ ദേശത്തേക്ക് കൊണ്ടുപോകേണ്ടത്? ഉത്തരം ഷീലോയിലെ യുവതികൾ. ആര് പരാതിയുമായി വന്നാലാണ് തങ്ങൾ സമാധാനം പറഞ്ഞുകൊള്ളാമെന്ന് സമൂഹശ്രേഷ്ഠന്മാർ വ്യക്തമാക്കുന്നത്? ഉത്തരം യുവതികളുടെ പിതാക്കന്മാരോ സഹോദരന്മാരോ. ബെഞ്ചമിൻ ഗോത്രജർ തങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് ആരെയാണ് നൃത്തം ചെയ്യാൻ വന്ന യുവതികളിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്? ഉത്തരം ഭാര്യമാരെ. അവകാശമായി ലഭിച്ച സ്ഥലത്ത് മടങ്ങിച്ചെന്ന് പട്ടണം പുതുക്കി അവിടെ വസിച്ച ഇസ്രായേൽ ഗോത്രം ഏത്? ഉത്തരം ബെഞ്ചമിൻ ഗോത്രം. ഇസ്രായേൽ ജനം മടങ്ങിയത് എങ്ങോട്ടാണ്? ഉത്തരം താന്താങ്ങളുടെ ഗോത്രത്തിലേക്കും ഭവനത്തിലേക്കും അവകാശ ഭൂമിയിലേക്കും. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ അവസാന ഭാഗത്ത് രാജാവില്ലാതിരുന്നത് എവിടെയെന്നാണ് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഇസ്രായേലിൽ. ഇസ്രായേലിൽ രാജാവില്ലാത്തതിനാൽ ഓരോരുത്തരും ചെയ്തതെന്താണ്? ഉത്തരം തങ്ങൾക്ക് യുക്തമെന്ന് തോന്നിയത്.